നമ്മൾ നേരത്തെ നാറ്റ്പാക്കിന്റെ ഒരു കണക്കെടുപ്പിന്റെ കഥയാണ് പറഞ്ഞു വന്നത്. ഈ ദേശീയപാതകളിലെ റോഡ് അപകട നിരക്ക് സംബന്ധിച്ച നാറ്റ്പാക്ക് പട്ടികയിൽ തിരുവനന്തപുരത്ത് ആദ്യ 5-ലുള്ള റീച്ചാണ് ചാക്ക മുതൽ തിരുവല്ലം വരെയുള്ള ഒരു പ്രദേശം. മനുഷ്യ ശരീരങ്ങൾ ചതഞ്ഞെറിഞ്ഞ നിരവധി ദാരുണ സംഭവങ്ങൾ ഉണ്ടായിട്ടും കാര്യമായ ഇടപെടൽ ഉണ്ടാവാത്ത ഒരു പ്രദേശം കൂടിയാണ് ഈ സ്ഥലം. നാറ്റ്പാക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ കഴക്കൂട്ടം കോവളം ബൈപ്പാസിൽ ചാക്കപ്പാലം മുതൽ തിരുവല്ലം ടോൾ പ്ലാസ വരെയുള്ള റീച്ചിൽ 27 പേർക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഇക്കാലയളവിൽ 207 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരു മാസം മുമ്പേ അവിടെ ഒരു വാഹനം അവിടെ വെച്ച് അപകടപ്പെട്ടു. ആള് അന്ന് മരിച്ചായിരുന്നു. വണ്ടി പരിസരമൊക്കെ പിടിച്ചോണ്ട് കൊണ്ടുപോയി. അതിന് ആള് മരിച്ച അന്ന് മരണം രണ്ടെണ്ണം. ഒരു പെണ്ണ് കൂടെ വെച്ച് തന്നെ മരിച്ച് ആണ് അന്ന് ആശുപത്രി ചെന്ന് അതിന്റെ പിറ്റേന്നേരാണ് മരിച്ചത്. മൊത്തവും അത് തന്നെ വണ്ടികൾ വരുന്നെന്ന് പറഞ്ഞാൽ അവർ സിഗ്നൽ നോക്കാതെ പോവുക. ഇപ്പോൾ ലൈറ്റ് അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇട്ടിട്ടും അവർ അതിൻ്റെ ഇത് നോക്കാതെ സിഗ്നൽ നോക്കാതെ അവരെടുത്തുകൊണ്ട് പോവുക. അങ്ങനെ അപകടം കൂടുതൽ നടക്കുന്നത്. വാഹനങ്ങളിൽ വരുന്ന ഒരു സിഗ്നൽ പോലും നോക്കുന്നില്ല. ഓരോ വണ്ടിയും നോക്കുന്ന പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് പോലും നോക്കുന്നില്ല. അവർ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഈ തിരുവല്ലം ചാക്ക ഈ റോഡ് എന്ന് പറയുന്നത് മുക്കാല വരെയൊക്കെയുള്ള ഭാഗം ഒരു മരണക്കളം തന്നെ. വാഴമുട്ടം കുറച്ച് കൂടുതലാണ്. ഇവിടങ്ങളിൽ കൂടുതൽ നടക്കുന്ന ഇവിടെയാണ്. കാരണം ഇവിടെ വണ്ടി ഇവിടെ 10 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി, അറിയാം ഏതെങ്കിലും ഒരു വണ്ടി സിഗ്നൽ നോക്കി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാ ദിവസവും അപകടങ്ങളുണ്ട്. ഒരു ദിവസം പോലും ഇല്ലാതെ നമ്മൾ മരണങ്ങളൊക്കെ ലൈഫായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ. ഈ ഹൈവേ വന്നതിന് ശേഷം എത്ര അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം. ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ 2-3 മാസം മുമ്പായിട്ട് ഒരു ലാറിക്കാരെ കയറ്റി ഇറക്കി. നല്ല അവർ ഭാര്യ ഭർത്താവിട്ട് വന്നതാണ്. ആ ലാറിക്കാരൻ്റെ അമിത വേഗതയാണ് ഈ സംഭവിച്ചത്. ഈ സിഗ്നലിൻ്റെ നടുവിൽ വെച്ചാണ്. ഇത് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രോസിംഗ് ഒരു പ്രശ്നമാണ്. കാരണം മേൽപ്പാലമൊക്കെ ആണല്ലോ വേണ്ടത്. അതിന് പകരം ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട്. മേൽപ്പാലത്തിന് വേണ്ടിയൊക്കെ അവർ ധർണയൊക്കെ നടത്തിയേക്കാണ് വരുമെന്നാണ് പറഞ്ഞത്. ഒന്നാമത് സ്കൂളാണ്, മേൽപ്പാലം അത്യാവശ്യമാണ്. മത്സരയോട്ടം, അമിതവേഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ് ഇതെല്ലാം തന്നെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഡിവൈഡറുകൾ മറികടക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് അപകടത്തിന് മറ്റൊരു കാരണമാകുന്നു. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ദേശീയപാതകളോ ബൈപ്പാസുകളോ പോലെയല്ല കേരളത്തിലേത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ കേരളത്തിൽ തന്നെ നമുക്കൊരു നഗരമായി കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ജനനിബിഡമാണ് പ്രദേശങ്ങൾ. പുലർച്ചെയും മറ്റും ജോലിക്ക് പോകുന്ന ആളുകൾ ഈ ഡിവൈഡറുകൾ മറികടന്ന് പോകുമ്പോൾ കൃത്യമായ പ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇത് കാണാൻ കഴിയാത്ത, ഓടിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്ത സാഹചര്യവും ഇത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതിയും ഉണ്ടാക്കുന്നു. അങ്ങനെ നിരവധി ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യമുണ്ട്. തിരുവല്ലത്ത് തന്നെ വീട്ടുജോലിക്ക് പുറപ്പെട്ട യുവതി ആ തരത്തിൽ മരിച്ച സംഭവമുണ്ടായി. രണ്ടാമത് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആരും നോക്കാറില്ല. എല്ലാവരും അവരെന്ന സ്വന്തം ഇഷ്ടത്തിലാണ് പോകുന്നത്. ഒന്നാമത് ഒരു AI ക്യാമറ ഉണ്ടെങ്കിൽ ഇത്രയും വാഹനത്തിൻ്റെ ശല്യം കുറയും. കാര്യം സിഗ്നൽ നോക്കാതെ പോകുന്ന ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന AI ക്യാമറ ഇല്ല, കാരണം പോലീസ് സ്റ്റേഷനിലുള്ള ക്യാമറയാണ്. അതുകൊണ്ട് സിഗ്നൽ നോക്കാതെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. രണ്ടാമത് ടോളിൻ്റെ വർധനമൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ വഴിയുള്ള മത്സര ഓട്ടം മറ്റൊരു കാര്യമാണ്. ബൈക്കുകളുടെ റേസിംഗ്. 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചതും അടുത്തിടെയാണ് തിരുവല്ലത്ത്. ആ തരത്തിൽ ഒരു വശത്ത് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ പ്രകാശം ഇല്ലാത്തത് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് ചില സിഗ്നലുകളുടെ പ്രശ്നങ്ങൾ. സിഗ്നൽ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഈ സിഗ്നൽ ലൈറ്റിനൊന്നും യാതൊരു വിലയില്ല. ഇവിടെ ഇട്ടിരിക്കുന്ന സിഗ്നലിന് ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും ഒരു വിലയില്ല. അതൊന്നും നോക്കുന്നില്ല. ഒരു പെറ്റി പോലും അവർക്ക് അത് ക്യാമറയിലും വന്നിട്ടുമില്ല. വരാത്തത് കൊണ്ടാണ് ഇവിടെ ഈ വണ്ടികളെല്ലാം സിഗ്നൽ നോക്കാതെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ പലയിടങ്ങളിലായിട്ട് ബൈക്ക് മത്സരം ഉണ്ടായി. അതിൽ ഒരു അപകടം പറ്റി. ഇവിടെ പാച്ചിലൊരു മുടുപ്പുര നടയിൽ വെച്ച് ഒരു പെണ്ണ് മരിച്ച് ഈ അപകടത്തിലാണ്. രാവിലെ ഇറങ്ങി വന്ന വഴിക്ക് ജോലിക്ക് പോകാൻ വന്ന വീട്ടുജോലിക്ക് പോകാൻ വന്ന ആളാണ്. വീട്ടുജോലിക്ക് പോകാൻ വന്ന പെണ്ണ് കൊച്ചാണ് അവിടെ വണ്ടി ഇടിച്ച് മരിക്കുന്നത്. അതുപോലെ ഈ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും പയ്യന്മാരും ഒരുപാട് പേര് തമ്മിലിടിക്കുകയും അവര് പിന്നെ കാറും ആയിട്ട് ഇടിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഒരുപാട് മരണം ഇവിടെ. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള പ്രശ്നം അത് പലകുറി ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ്. കിഴക്കേക്കോട്ടയിലേക്കും കഴക്കൂട്ടം ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്നു. അവിടെ റോഡിൻ്റെ നിർമ്മാണത്തിൽ തന്നെ അശാസ്ത്രീയത ഉണ്ട് എന്ന പരാതി. മറ്റൊന്ന് വാഴമുട്ടം സ്കൂളിന് മുന്നിലാണ്. ഇവിടെ പലപ്പോഴും ഈ ബൈക്ക് റേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സിഗ്നൽ ആരും പരിഗണിക്കുന്നില്ല എന്ന കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്.
കാൽനട യാത്രക്കാർക്കായി മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമെന്ന വാഗ്ദാനങ്ങൾ പലകുറി ഉണ്ടായതാണ്. പക്ഷേ അതെല്ലാം തന്നെ പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി. അവിടെയാണ് നമ്മൾ ഈ മരണത്തിൻ്റെയും അപകടത്തിൻ്റെയും നിരക്കുകൾ കാണേണ്ടത്. മനുഷ്യജീവന് വിലയില്ലാതെ പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ റോഡുകൾ തയ്യാറാക്കുമ്പോൾ മറ്റ് സൗകര്യങ്ങൾ കൂടി അതോടൊപ്പം ചേർത്ത് വയ്ക്കാത്തത്? മേൽപ്പാലങ്ങൾ, കൃത്യമായ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ കർശനമായ ഉദ്യോഗസ്ഥ ഇടപെടൽ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഹരിവിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരമേഖലയിലെ ഒരു പ്രധാനപ്പെട്ട അപകട ഇടമാണ് നേരത്തെ വിനോദ് റിപ്പോർട്ട് ചെയ്ത ഈ ചാക്ക തിരുവല്ല മേഖല. അവിടെ മത്സരയോട്ടം പതിവാണ്. നിരവധി അപകടങ്ങൾ ഉണ്ടായ ഇടം കൂടിയാണ്.